പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായ സ്നേഹത്തിന്റെ അളവ് നമ്മെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുവാൻ അതിന്റെ ആഴം എത്ര വലുതെന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതായ ഒരു സ്റ്റെപ്പ്, ഒരു പടി അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, ഒരമ്മ അവൾ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുവോ? ഒരിക്കലും മറക്കില്ല. എന്നാൽ ദൈവവചനം വീണ്ടും പറയുന്നു, അവൾ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനോടുള്ളത്, തന്റെ കുഞ്ഞുങ്ങളോടുള്ളത്, അമ്മമാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മറ്റൊരു സ്നേഹവും ദൈവത്തിന് എടുത്തു കാണിക്കുവാനില്ല. അതാണ് ഏറ്റവും വലിയ സ്നേഹം. അമ്മയുടെ സ്നേഹം, കുഞ്ഞുങ്ങളോടുള്ളതായ കരുതൽ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന ഹൃദയം, കരയുന്ന ഹൃദയം, നിലവിളിക്കുന്ന ഹൃദയം, പ്രാർത്ഥിക്കുന്ന ഹൃദയം. ഒരു കുഞ്ഞ് എത്ര ദോഷിയാണെങ്കിലും, എത്ര വലിയ കള്ളനാണെങ്കിലും, എത്ര വലിയ കൊലപാതകനാണെങ്കിലും ഒരമ്മയുടെ ഹൃദയം എപ്പോഴും അവനെ ഓർത്ത് വ്യാകുലപ്പെട്ട് നീറി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൻ ചിലപ്പോൾ ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ചില ദോഷകരമായിട്ടുള്ള ചില പ്രവൃത്തികളോ വർത്തമാനമോ ഒക്കെ കേട്ടാൽ അപ്പന് കോപം വന്ന് ചിലപ്പോൾ പല അപ്പന്മാരും മക്കളെ വെട്ടിക്കൊന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ദോഷമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരമ്മ ഒരിക്കലും അത് ചെയ്യുകയില്ല. കാരണം അമ്മയുടെ ഹൃദയത്തിന് അത് ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവം അങ്ങനെയാണ് അമ്മയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരുവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും അവന്റെ ഹൃദയത്തിലെ ചിന്തകളും വായിച്ചെടുക്കുവാനുള്ളത് ഒരു പ്രത്യേകമായ ഒരു പവർ സോഴ്സ് ആ അമ്മയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു മകൻ ദോഷകരമായ ഒരു നിരൂപണം ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ ഒരമ്മ അത് വായിച്ചെടുത്ത വിഷയത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 41-ഉം 42-ഉം വാക്യം. ഏശാവ് തന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് ദോഷകരമായി നിരൂപിച്ചു. യാക്കോബ് ഏശാവിന്റെ അനുഗ്രഹങ്ങളൊക്കെയും അപ്പന്റെ അടുത്ത് ചെന്ന് കള്ളം പറഞ്ഞു, അത് അല്പം മധുര പായസം കൊടുത്തുമൊക്കെ ഏശാവിനെ വലയിലാക്കിക്കൊണ്ട് ഏശാവിന്റെ അനുഗ്രഹങ്ങളൊക്കെയും തട്ടിയെടുത്ത യാക്കോബ്. എന്നാൽ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള നഷ്ടബോധം ഏശാവിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി. നഷ്ടബോധം ദോഷകരമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കും, യൗവന ലോകത്തെ പ്രേരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏശാവ് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, എനിക്ക് നഷ്ടം വരുത്തിയ, എനിക്ക് ദോഷം വരുത്തിയ, എന്റെ അനുഗ്രഹങ്ങളൊക്കെയും തട്ടിയെടുത്ത എന്റെ സഹോദരനെ ഞാൻ കൊല്ലും. എന്നാൽ മനുഷ്യരോട് ആരോടും പറഞ്ഞില്ല, ഒരു മരങ്ങളോടും പറഞ്ഞില്ല, സമൂഹത്തോട് പറഞ്ഞില്ല, തന്റെ സ്വന്തം ഭാര്യയോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. 41-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 41-ാം വാക്യം. എന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്യം 42-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവന്റെ അമ്മ റിബേക്ക അത് കേട്ടു. എങ്ങനെ കേട്ടു? ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞത് അമ്മയുടെ ചെവിയിൽ മുഴങ്ങി. ദൈവത്തിന് സ്തോത്രം. അതിനൊരു കാരണമുണ്ട്. യാക്കോബിനെ കുറിച്ചുള്ളതായ ഒരു ദൈവിക പദ്ധതി അമ്മ അവൾ ഗ്രഹിച്ചിരുന്നു. അവൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ദൈവം അവളോട് സംസാരിച്ചിരുന്നു. യാക്കോബിനെ ഒരു വലിയ ജാതിയാക്കുമെന്നും എങ്ങനെയാണ് യാക്കോബിനെ ദൈവം നടത്താൻ പോകുന്നതെന്നും ഒക്കെ ആ അമ്മയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ആ വിഷയത്തിന് വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളിൽ ഉള്ളതായ ദൈവം തന്നിരിക്കുന്ന ആ ശക്തി, ആ പവർ, ആ ഒരു കൃപ നമ്മളിൽ പെട്ടെന്ന് സടകുട അത് ഉണർന്നെഴുന്നേൽക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവർക്ക് ആ ശക്തി ലഭിക്കുകയില്ല. എനിക്കറിയാം ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
സമയമില്ലാത്തത് കൊണ്ട് അവർ ഒരു തേർഡ് പാർട്ടിയെ സമീപിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള പല മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് അത്രയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയതായ മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കോൺട്രാക്ട് കൊടുക്കുന്ന, അവർക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് വേറൊരാളെ അധികാരപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ളതായ നിഗമനങ്ങളും എണ്ണങ്ങളും വിചാരങ്ങളും ഒരമ്മയിൽ ഗ്രഹിക്കേണ്ടതായ മുഴങ്ങേണ്ടതായ ആ സന്ദേശങ്ങൾ അതെങ്ങും മുഴങ്ങാതെ പോയി അനേക കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്ന ഒരനുഭവം കാണുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അനേക പ്രമുഖരുടെ, അനേക സമ്പന്നരുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന അമ്മമാർക്ക് ദൈവം കൊടുത്തിട്ടുള്ള കൃപയിലേക്ക് കടന്നു വരാൻ കഴിയും. എല്ലാ അമ്മമാർക്കും ദൈവം കൊടുത്തൊരു പവറുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ദോഷകരമായ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ, അവർ ദോഷകരമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അവർ മുതിരിടുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ദോഷം പ്രവർത്തിക്കുകയല്ല, അനേക ദിവസങ്ങൾ കൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുകയല്ല. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ ഹൃദയത്തിൽ സംസാരിച്ചു തുടങ്ങും. ഐ വിൽ ഡൈ, ഐ വിൽ സൂയിസൈഡ്, ഐ വിൽ സൂയിസൈഡ്, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ആത്മഹത്യ ചെയ്യണം. അവന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ഭാഷ ഒരമ്മയ്ക്ക്, പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരമ്മയ്ക്ക് ദൈവം അവളിൽ ജന്മനാൽ കൊടുത്തിട്ടുള്ളതായ ആ ശക്തിയെ അവൾക്ക് പെട്ടെന്ന് ഉണർത്തി എഴുന്നേറ്റ് അവൾക്ക് പ്രാപിക്കുവാൻ കഴിയും, ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലോക സമൂഹത്തിന്റെ ഒരു വഴിത്തിരിവിലേക്കാണ് മനുഷ്യനെത്തിയിരിക്കുന്നത്. കാരണം മനുഷ്യരിൽ നാച്ചുറലായിട്ട് കൊടുത്തിരിക്കുന്നതായ യൗവന ലോകത്തെ വഴിത്തിരിച്ചു വിടേണ്ട നല്ല മാർഗങ്ങളിൽ കൂടെയും അവരെ അനുഗ്രഹത്തിന്റെ പാതകളിൽ കൂടെയും നടത്തിവിടേണ്ടതായ അനേക കാര്യങ്ങളിൽ നാം തോൽവി അടയുന്നത് കൊണ്ട് ആ രംഗങ്ങളിലൊക്കെയും മറ്റ് യാന്ത്രികമായ ശക്തികളും യാന്ത്രികമായ മനുഷ്യ ബന്ധങ്ങളും ഒക്കെ നാം അതിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റിബേക്ക ദൈവത്തിന്റെ കൃപയാൽ അവളുടെ മകനായ യേശാവിന്റെ നിരൂപണങ്ങളെ റീഡ് ചെയ്യാൻ കഴിഞ്ഞ ഉടനെ അവൾ പെട്ടെന്ന് യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, മോനെ, നിന്റെ സഹോദരൻ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, അതെനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവൻ ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടു, എന്റെ മനസ്സിൽ ദൈവം അത് ബോധിപ്പിച്ചു തന്നു. നീ പെട്ടെന്ന് അതിരാവിലെ എഴുന്നേറ്റ് എന്റെ സഹോദരനായ ലാബാന്റെ ഭവനത്തിലേക്ക് നീ ഓടിപ്പൊക്കൊള്ളണം, കാട് വഴി ഓടിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ക്രോധങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, നാശങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അനർത്ഥങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അല്ലെങ്കിൽ ദോഷമായിട്ടുള്ളതായ കൂട്ടുകെട്ടുകളെ ഒഴിഞ്ഞു പോകുവാൻ, നമുക്കെതിരായി വരുന്നതായ പൈശാചിക ബന്ധനങ്ങളെ ഒഴിഞ്ഞു മാറുവാൻ, നമുക്ക് വരുന്നതായ ദുർഘടങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകുവാൻ, നമുക്ക് വരുന്നതായ നാശങ്ങളിൽ നിന്ന് നാം പെട്ടെന്ന് കുടഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്ന് മാറുവാൻ, ദോഷകരമായ സ്നേഹബന്ധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ, നമുക്ക് നല്ല ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ അമ്മയോട് സംസാരിക്കൂ. ദൈവം അപ്പനിലല്ല, അമ്മയിലാണ് ആ ഹൃദയം കൊടുത്തത്, അമ്മയ്ക്കാണ് ആ ശക്തി കൊടുത്തത്. അമ്മയോട് നിന്റെ ഹൃദയം തുറന്ന് സംസാരിക്കൂ. അവളും നിങ്ങളുമായിട്ടൊരു വലിയൊരു ബന്ധം. ദൈവത്തിന് സ്തോത്രം. ഒരമ്മ തന്റെ കുഞ്ഞിനെ, അവൾ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളയുമോ? മറന്നു കളയുകയില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നോക്കൂ, ദൈവം ഉദാഹരണമായി തെരഞ്ഞെടുത്തതായ ഒരു വഴി, നിന്നെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തതായ ഒരു പാത്രം നിന്നെ പ്രസവിച്ച അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ അത്രയ്ക്ക് വലിയൊരു ബന്ധം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം എത്രയോ എങ്കിലും ഒരമ്മ മറന്നുകളയില്ല എങ്കിലും എത്രയോ അമ്മമാർ മറന്നുകളഞ്ഞ ചരിത്രം നമുക്കറിയാം. ചില അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ പട്ടിണി കൊണ്ടും വിശപ്പ് കൊണ്ടും പുഴുകിത്തുന്ന ചരിത്രം വരെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ അങ്ങേപ്പുറത്ത് ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ അനർത്ഥങ്ങളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളും കണ്ണുനീരുകളും ദുർഘടങ്ങളായ പാതകളൊക്കെ വരുമ്പോൾ നമുക്ക് തണലായി, ഒരമ്മയായി, ഒരു ദൈവമായി, ഒരു ഉപദേശകനായി, ഒരു സഹോദരനായി, സഹോദരിയായി, നമുക്കൊരു അധ്യാപകനായി നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ, അവകാശമാക്കുവാൻ ഈ പ്രഭാതത്തിലെ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ.